കേരള രാഷ്ട്രീയമാകെ കലങ്ങിമറിയുകയാണ്. കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കുവാൻ BJP വേണ്ടത്ര ശ്രമം നടത്തുന്നുവെന്നും നമുക്ക് അറിയാൻ കഴിയും. ഒന്നിനു പുറകെ മറ്റൊന്നായി പിണറായി സർക്കാരിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. സിനിമാ രംഗത്തെ പ്രശ്നങ്ങൾ അതീവ ഗുരുതരാവസ്ഥയിൽ നിൽക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ MLA ആയ PV അൻവറിൻ്റെ വെളിപ്പെടുത്തലുകളും വളരെ ഏറെ ശ്രദ്ധേയം. കേരള പോലീസ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രി പിണറായി വിജയൻ്റെ കീഴിലല്ല പ്രവർത്തിക്കുന്നത്, പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിയുടെ നേതൃത്വത്തിലാണ് എന്നാണ് അൻവറിൻ്റെ ഒരു വെളിപ്പെടുത്തൽ. ഇത് നിസ്സാരവൽക്കരിക്കേണ്ട ഒന്നല്ല. കാരണം ഒരു ഭരണപക്ഷത്തിരിക്കുന്ന MLA തന്നെ ഇത്തരമൊരു വെളിപ്പെടുത്തലുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം എത്രത്തോളം വലുതാണ് എന്ന് ചിന്തിക്കേണ്ടത് തന്നെയാണ്. DGP MR അനിൽകുമാർ ഒരു നൊട്ടോറിയൽ ക്രിമിനലാണെന്നും അദ്ദേഹത്തിനെല്ലാം ഒത്താശയും ചെയ്തു കൊടുക്കുന്നത് പിണറായിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P. ശശിയാണ് എന്നാണ് മറ്റൊരു വെളിപ്പെടുത്തൽ. അജിത് കുമാർ മന്ത്രിമാരുടെയും മാധ്യമങ്ങളുടെയും MLA-മാരുടെയും ഫോണുകൾ ചോർത്തുന്നു. കേരളത്തിലെ എല്ലാ ക്രിമിനൽ സംഘങ്ങളുമായിട്ട് അജിത് കുമാറിന് ബന്ധമുണ്ടെന്നും SP സുജിത് ദാസിൻ്റെ സ്വർണ്ണക്കടത്തുമായി അടുത്ത ബന്ധം ഇദ്ദേഹത്തിന്. MR അജിത് കുമാർ നിരവധി കൊലപാതകങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. സ്വർണ്ണക്കടത്ത് പെട്ടിപ്പൊട്ടിച്ച് സ്വർണ്ണ കൈക്കലാക്കുന്നതിന് സംഘത്തിലും ഇദ്ദേഹം അംഗമാണ്. പെട്ടിപ്പൊട്ടിക്കുന്ന സ്വർണത്തിൻ്റെ 60% കൈക്കലാക്കുന്നതും ഇവിടുത്തെ പോലീസാണ്. തൃശ്ശൂർ പൂരം കലക്കുന്നതിന് BJPയെ സഹായിച്ചതിനും നേതൃത്വം നൽകിയത് ഇദ്ദേഹമാണെന്ന് SP സുജിത് ദാസ് ലീവിൽ പ്രവേശിപ്പിക്കുന്നതിൽ തെളിവില്ലാതാക്കാനും ഇദ്ദേഹം ശ്രമിച്ചു. ഇതെല്ലാം പറയുന്നത് നമ്മുടെ ഭരണപക്ഷ MLA ആണെന്നും കൂടി നമ്മൾ ഓർക്കണം. കേവലം ഒരു ആരോപണമായി തള്ളിക്കളയേണ്ട ഒന്നല്ല എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എന്താണ് ഈ വെളിപ്പെടുത്തലുകൾക്കുള്ള ഛേദവികാരം എന്ന് പൊതുസമൂഹം തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അനുവാദത്തോടുകൂടി CPM-ലെ തന്നെ ഒരു കൂട്ടം നേതാക്കളും BJPക്ക് വളം വെച്ച് കൊടുക്കുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഇടതുപക്ഷമേറ്റ തിരിച്ചടി കണ്ടതാണ്. ഇവിടെ നേട്ടം കൊയ്തതാകട്ടെ BJP തന്നെ. ഈ വിഷയം പഠിക്കുന്നതിന് അന്വേഷിക്കുന്നതിനുമായി ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു സമിതി രൂപീകരിക്കുകയും പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അത് ഇന്നും എങ്ങും എത്തിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. പ്രതിപക്ഷ നേതാവ് VD സതീശന് നേരെ സ്വന്തം പാർട്ടിയിലെ ഒരു വനിതാ പ്രവർത്തക ഉന്നയിച്ച ആരോപണവും ചെറുതായി കാണേണ്ട ഒന്നല്ല. ഇത്രയേറെ മലിനമസമായിട്ടുള്ള രാഷ്ട്രീയ അന്തരീക്ഷം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എല്ലാം മുഖ്യധാര മാധ്യമങ്ങളുടെ ഇടപെടലുകളും സോഷ്യൽ മീഡിയകളുടെ കടന്നുകയറ്റവും നാം ഏറെ ശ്രദ്ധയോടെ വീക്ഷിക്കേണ്ടതാണ്. ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് കേരളം BJP പിടിമുറുക്കുന്നു എന്നതിലേക്കാണ്. കേരളത്തിലെ പൊതുജന അങ്കലാപ്പിലാണ്. കാരണം ഒരു ഭാഗത്ത് വിലക്കയറ്റവും കൊണ്ട് പൊറുതിമുട്ടുന്നു. ജീവിതം ദുസ്സഹമായിട്ടുള്ള ഈ സാഹചര്യത്തിൽ ഒരു രാഷ്ട്രീയ മാറ്റം അനിവാര്യമെന്ന് ജനം ചിന്തിക്കുന്നതിൽ തെറ്റില്ല. ഈ രണ്ട് മുന്നണികളും അല്ലാതെ മറ്റൊരു ബദൽ സംവിധാനം ഇല്ല എന്നത് കേരള ജനത ഏറെ വിഷമിക്കുന്നുണ്ട് എന്നതും നാം കാണേണ്ടതാണ്. കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കുക എന്ന തന്ത്രം BJP വേണ്ടുവോളം ഇവിടെ നടത്തുന്നുണ്ട് എന്നത് ഏറെ ശ്രദ്ധേയം. BJPയുടെ രാഷ്ട്രീയ പിൻബലവും സാമ്പത്തിക സ്രോതസ്സും വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ കേരളം അധികം വൈകാതെ BJPയുടെ കൈകളിൽ അകപ്പെടുമെന്നതിൽ സംശയമില്ല. ആ രീതിയിലാണ് രാഷ്ട്രീയ നീക്കങ്ങൾ കാണുന്നത്. പ്രബുദ്ധരായ മലയാളികളും മതസൗഹാർദ്ദത്തിന് പേരുകേട്ട കേരളവും ഇതാ വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തിനു വേണ്ടി ചുവപ്പ് പരവതാനി വിരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയുള്ള നാളുകൾ എങ്ങനെയെന്ന് കണ്ടറിയാം.